എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തെക്കുറിച്ചാണ്. അതിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഉൾപ്പെടുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റിവേഴ്സ് ചാർജ് എന്നുള്ളത് എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ചിലർക്കൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം, അല്ലെങ്കിൽ എന്താണ് ടാക്സ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സെക്ഷൻ 9 സബ്സെക്ഷൻ 3യിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ GST എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ സപ്ലയറാണ് എന്ത് ചെയ്യുന്നത്, ആ സാധനത്തിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. നമ്മളിൽ നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നും സപ്ലയർ ടാക്സ് കളക്ട് ചെയ്യുന്നു. ആ സാധനത്തിൻ്റെ വിലയോടൊപ്പം ടാക്സ് GST കളക്ട് ചെയ്യുന്നു. ആ GST എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിലേക്ക് സപ്ലയർ അടയ്ക്കുന്നു. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തായിരിക്കാം, നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് അവിടെ സപ്ലയർ അല്ല ടാക്സ് അടയ്ക്കുന്നത്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്, മറിച്ച് ആരാണ് അടയ്ക്കുന്നത്, കൺസ്യൂമറാണ് അല്ലെങ്കിൽ റെസിപ്പിയൻ്റാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കൺസ്യൂമേഴ്സ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്ന ആ മെക്കാനിസത്തെ പറയുന്ന പേരാണെന്ത്, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫോർവേഡ് ചാർജിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫോർവേഡ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മെക്കാനിസം, അതായത് സപ്ലയർ കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്, സപ്ലയർ ആണല്ലോ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് എന്ത്, റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ ടാക്സ് കൺസ്യൂമർ തന്നെയാണ് ഡയറക്റ്റ് എങ്ങോട്ട് അടയ്ക്കുന്നത്, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ചാർജിൽ ഉൾപ്പെടുന്ന കുറച്ച് ഗുഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മളിത് എന്തായാലും പഠിച്ച് വയ്ക്കുക. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റിവേഴ്സ് ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. CMA ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ പേജ് നമ്പർ 49 പറഞ്ഞിട്ടുണ്ട്. അതെ, ആ ഒരു കോളം വായിച്ചു തന്നെ അതിന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതായത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്താണ് ഫസ്റ്റത്തെ ഐറ്റം പറയുന്നത്, കാഷ്യൂ നട്ട്സ് നോട്ട് ഷെൽഡ് ആൻഡ് പീൽഡ്. കാഷ്യൂ നട്ടൊക്കെ ഉണ്ടാവില്ല, കശുവണ്ടി എന്നൊക്കെ പറയാൻ സാധനം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഉള്ള സംഭവം, കാഷ്യൂ നട്ടിൻ്റെ കാര്യത്തിൽ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്, റെസിപ്പിയൻ്റാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇവിടെ സപ്ലയർകാരെ റെസിപ്പിയൻ്റ് ആരാന്ന് കൊടുത്തിട്ടുണ്ട്. സപ്ലയർകാരായിരിക്കും കാഷ്യൂ നട്ട് ഉണ്ടാക്കിയ ആൾ, അതായത് ഫാർമർ അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ്, അതാണ് സപ്ലയർ. റെസിപ്പിയൻ്റ് അതാ 4ാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആരാണോ അവരുടെ കയ്യിൽ നിന്ന്, ആ അഗ്രികൾച്ചറിസ്റ്റ് ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നത്, ആ വാങ്ങുന്ന ഏത് രജിസ്റ്റേർഡ് പേഴ്സണാണ് അവരാണ് എന്ത് ചെയ്യുന്നത്, രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. കേട്ടോ, രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ടാക്സ് അടയ്ക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സണാണ്, അയാളാണ് എന്ത് ചെയ്യുക, ടാക്സ് അടയ്ക്കേണ്ടി വരിക. ഇപ്പോൾ കാഷ്യൂ നട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്താ പറയുക, കൃഷി ചെയ്ത് ഉണ്ടാക്കി ആ കാഷ്യൂ നട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ A എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി. അയാൾ GST ലോ പ്രകാരം എന്ത് ചെയ്യണം, രജിസ്ട്രേഷനിൽ പറയുന്ന റൂൾ പ്രകാരം GST പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അയാളാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്, ഞാനല്ല ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, രണ്ടാമത് എന്താ, BD wrapper leaves, ടെൻഡു ലീവ്സ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കേസിൽ ഇതാണ്. ആരാണ്, ഫാർമർ ആയിരിക്കും സപ്ലയർ, അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കും ടാക്സ് അടയ്ക്കേണ്ട എനി രജിസ്റ്റേർഡ് പേഴ്സൺ. അടുത്ത 3ാമത്തെ ടൊബാക്കോ ലീവ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ആരാണ്, അഗ്രികൾച്ചറലിസ്റ്റ് അല്ല, അതായത് ഫാർമർ അല്ല, മറിച്ച് ആരാ, എനി രജിസ്റ്റേർഡ് പേഴ്സൺ. അടുത്ത 3ാമത്തെ 3A പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഫോളോയിങ് എസെൻഷ്യൽ ഓയിൽ അതർ ദാൻ തോസ് സിട്രസ് ഫ്രൂട്ട്. എന്താണ്, എസെൻഷ്യൽ ഓയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ഏതൊക്കെ പെടുന്നില്ല എന്ന് പറയുന്നത്, പെപ്പർമിൻറ്റ്, അതർ മീൻസ് പറഞ്ഞ സാധനങ്ങൾ, അതൊന്നും അതിൽ പറയുന്ന ഐറ്റംസ് ഒന്നും പെടുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിലും സപ്ലയർ ആയിട്ടിരിക്കുകയും അവിടെ സപ്ലയർ വരുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ആളാണ്, അൺരജിസ്റ്റേർഡ് പേഴ്സണാണ് അവിടെ എന്ത് സപ്ലയർ ആവുന്നത്. ടാക്സ് അടയ്ക്കേണ്ടത് ആരാണ്, രജിസ്റ്റേർഡ് പേഴ്സണാണ്, റെസിപ്പിയൻ്റാണ്. ഓക്കെ, അടുത്തത് 4ാമത് സിൽക്ക് യാൺ. അതിൻ്റെ കേസിൽ ആരാണ് അത് സിൽക്ക് യാൺ ഉണ്ടാക്കുന്നത്, അതാണ് സപ്ലയർ അല്ലേ. അവിടെ സിൽക്ക് യാൺ ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ നിന്ന് ആരാണോ വാങ്ങുന്നത്, ആ വാങ്ങുന്ന ആരായിരിക്കണം, രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ ആ സിൽക്ക് യാൺ ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ നിന്ന്
ഏത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ ആ സാധനം വാങ്ങുന്നത് അവരെന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മാനുഫാക്ചറാണ് ആര് പറയുന്നത്, സിൽക്ക് യാർണിൻ്റെ മാനുഫാക്ചറാണ് എന്ത് പറയുന്നത്, സപ്ലയർ എന്ന് പറയുന്നത്. റെസിപ്പിയൻ്റ് ആരാ, എനി രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, അടുത്ത് 4A പറയുന്നത് റോ കോട്ടണിൻ്റെ കാര്യത്തിൽ ആരാന്ന് പറയുന്നത്, അഗ്രികൾച്ചറിസ്റ്റ്. ആരാണ് ഉണ്ടാക്കിയ ആൾ, അയാളാണ് ഫാർമർ. ആ ഫാർമർ ആയിക്കോട്ടെ, അയാളാണ് സപ്ലയർ അല്ല അവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. ഇവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്, എനി രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത സെക്ഷൻ 5 പറയുന്നത്, 5 5ാമത്തെ സീരിയൽ നമ്പറിൽ പറയുന്നത് സപ്ലൈ ലോട്ടറിയാണ്. ലോട്ടറിയുടെ കേസിൽ ആരാണ് വരിക എന്നുള്ളതാണ്. ലോട്ടറി അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെയാണ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, അത് സപ്ലൈ ചെയ്യുന്നത്. സപ്ലൈ ആരാ, ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി, അതാരാവുക ഗവൺമെൻറ്റാണ് അവിടെ എന്ത് പറയുന്നത്, സപ്ലൈയർ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഇറക്കുന്ന സാധനത്തിന് ഗവൺമെൻറ്റിക്ക് തന്നെ ടാക്സ് അടയ്ക്കണം പറഞ്ഞാൽ ശരിയല്ലല്ലോ, ഗവൺമെൻറ് തന്നെ ടാക്സ് അടയ്ക്കണം പറയുമ്പോൾ. അപ്പോൾ അവിടെ എന്താണ്, റിവേഴ്സ് ചാർജ് പ്രകാരം ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടറോ സെല്ലിംഗ് ഏജൻറ്റ്, ലോട്ടറി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ, ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ സെല്ലിംഗ് ഏജൻറ്റ്, ഇവരായിരിക്കും എന്ത് ചെയ്യേണ്ടത്, റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം സപ്ലൈ ഓഫ് ലോട്ടറിയുടെ കേസിൽ ടാക്സ് അടയ്ക്കേണ്ടത്. then അടുത്തത് യൂസ്ഡ് വെഹിക്കിൾസ് സീസ്ഡ് ആൻഡ് കോൺഫിസ്കേറ്റഡ് ഗുഡ്സ്, ഓൾഡ് ഓർ യൂസ്ഡ് ഗുഡ്സ്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. യൂസ്ഡ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കിടക്കുന്നുണ്ടാവും, അങ്ങനെ സീസ് ചെയ്ത വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേലം ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ സീസ് ചെയ്യണ വെഹിക്കിൾ അതിൻ്റെ ഗവൺമെൻറ് സീസ് ചെയ്താൽ ഈ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കാരണം കണ്ടാൽ, ഇപ്പോൾ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട എങ്ങനെയെങ്കിലും പിടിച്ച വണ്ടികൾ പോലീസുകാർ സീസ് ചെയ്യും. അത് അപ്പോൾ പിന്നെ എന്താ, ഗവൺമെൻറ്റിൻ്റെ സാധനമാവും അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റാണ് അവിടെ സപ്ലൈക്കായിട്ട് വരുന്നത്. അത് പിന്നീട് നമ്മൾ ലേലം ചെയ്ത് എന്തോ ചെയ്യാണ്, സ്ക്രാപ്പിന് വിൽക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ വിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അത് വാങ്ങിക്കുന്നു, സ്ക്രാപ്പുകാരൻ മേടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്ക്രാപ്പ് ഡീലർ അത് മേടിക്കുന്നു വിചാരിക്കുക. അങ്ങനെ മേടിക്കുന്നെങ്കിൽ അവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ, ആ സ്ക്രാപ്പ് ഡീലർ, ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്, ആരാണോ ആ സ്ക്രാപ്പ് മേടിക്കുന്നത് അവരാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി 7ാമത്തെ എന്താ, പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ലെൻഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ അതിലും എന്താണ്, രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കാം സപ്ലൈ ചെയ്യുന്നത്, സപ്ലയർ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കാം, എങ്കിൽ കൂടി അവിടെ ആരാണ് ടാക്സ് അടയ്ക്കേണ്ട, ആരാ, റെസിപ്പിയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റെസിപ്പിയൻ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ റെസിപ്പിയൻ്റ് ആണ് അവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഒരുപാട് ദീർഘിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അടുത്ത വീഡിയോയിൽ നമ്മൾ സപ്ലൈ ഓഫ് സർവീസസിനെ കുറിച്ച്, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഉള്ള സപ്ലൈ ഓഫ് സർവീസസിനെ കുറിച്ച് പഠിക്കും. രണ്ടും കൂടി ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൈഡായി തോന്നും, അതുകൊണ്ടാണ് ഒരു വീഡിയോ ആക്കാത്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.